ഞങ്ങൾ വളരെ വേഗത്തിൽ നമ്മൾ ഗുഡ് ബാഡ് അഗ്ലി കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും വേഗത്തിൽ വണ്ടി പിടിക്കരുത്. അതെ അതെ, ആക്ച്വലി ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് പോവുകയാണ്. ഈ ബുക്ക് മൈ ഷോയും ഡിസ്ട്രിക്റ്റ് അല്ലേ, ഇത് 2 ആപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാൻ സിനിമാസിൽ, ആലപ്പുഴ പാൻ സിനിമാസിൽ ഇറക്കുന്ന പടങ്ങളെല്ലാം ഡിസ്ട്രിക്റ്റിലും ബാക്കിയുള്ള എല്ലാ തിയേറ്ററും ലിസ്റ്റ് ചെയ്യുന്നത് ബുക്ക് മൈ ഷോയിലാണ്. ഈ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഇന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല ഈ പടം ആലപ്പുഴയിൽ ഇറങ്ങിയത്. അപ്പം ഇനിയിപ്പോൾ ആലപ്പുഴയിൽ 11:00 മാത്രമേ ഷോ ഉള്ളൂ. അപ്പം നമുക്ക് അത്രയും ലേറ്റായിട്ട് ഉറങ്ങണം. അതുകൊണ്ട് നമുക്ക് അത്രയും ലേറ്റായിട്ടുള്ള ഷോയ്ക്ക് പോയാൽ, അതുകൊണ്ട് ഞങ്ങൾ 9 മണിക്കത്തെ ഷോ കാണാൻ തല അജിത്തിന്റെ ഫാഷനിൽ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ചങ്ങനാശ്ശേരി രമ്യയിലേക്ക് പോവുകയാണ്. സോ ഞങ്ങൾ പടം കണ്ടിട്ട് വരുന്നതായിരിക്കും. വന്നിട്ട് നമ്മൾ ഒരു ചെറിയ ഡിസ്കഷൻ. അപ്പോൾ നമ്മൾ ഗുഡ് ബാഡ് അഗ്ലി കണ്ടിരിക്കുകയാണ്. തല അജിത്തിൻ്റെ AK സിനിമയിൽ ഇങ്ങനെ AK എന്നൊരു 1000 തവണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. തലയുടെ വിളയാട്ടമല്ലേ, ശരിക്കുള്ള തലയുടെ വിളയാട്ടം. ഇപ്പോൾ പടം കഴിഞ്ഞ് വന്നിട്ട് അറൗണ്ട് ഒരു എത്ര മണിയായി? 1 മണിയായി. കയ്യോടങ്ങ് എടുത്തേക്കാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നാളത്തേക്ക് നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല. അതാണ് ഇപ്പം തന്നെ നമ്മൾ, അതുകൊണ്ട് ഇന്ന് വെറൈറ്റി ആയിട്ട് നമ്മൾ ഒരു കാറിനകത്ത് വളരെ ഫ്രഷായിട്ട്, ഇതുവരെ ആരും ചെയ്യാത്ത പരിപാടി ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഗുഡ് ബാഡ് അഗ്ലി സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു തല ആരാധകനോട് മറ്റൊരു ആരാധകൻ ചോദിച്ചു, നിനക്ക് തല അജിത്തിൻ്റെ ഡേറ്റ് കിട്ടിയാൽ നീ എങ്ങനെ ഒരു സിനിമ എടുക്കുമെന്ന്. പുള്ളി പറഞ്ഞു, എനിക്ക് തലയെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ അതെല്ലാം ചെയ്യും. അതെ, തല എന്ന വാക്കിന്റെ റെഫറൻസുകൾ, തല എന്ന പടത്തിന്റെ റെഫറൻസുകൾ, തലയുടെ പാട്ടിന്റെ റെഫറൻസുകൾ, പിന്നെ ഈ കണ്ട സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനങ്ങൾ, അത് അങ്ങനെ മൊത്തത്തിൽ നമ്മളിതിനി പോയി തിരിച്ച് റെഫറൻസ് ചെയ്യേണ്ട. അതെ. അത് ആക്ച്വലി ഇത് ഈ പുള്ളിയുടെ പടങ്ങൾ കണ്ടുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് എന്താണ് ഇവർ കാണിക്കുന്നത്? ഈ സിനിമയുടെ പ്രത്യേകത ഇത് വേറൊരു പാരലൽ യൂണിവേഴ്സ് നടക്കുന്ന കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ നോർമൽ ഒരു കാഴ്ചപ്പാട് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെൽക്കം ടു GBU വേൾഡ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് GBU മാമേ എന്ന് പറഞ്ഞാണ് ആദ്യം എഴുതി കാണിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തേക്ക് നമ്മൾ ഗുഡ് ബാഡ് അഗ്ലിയുടെ യൂണിവേഴ്സിലേക്ക് എത്തി. ഈ യൂണിവേഴ്സിൽ എന്തും നടക്കും. അവിടെ ഈ പറഞ്ഞ വില്ലനാണെങ്കിൽ പാട്ട് ഡാൻസ് കളിക്കും, ഈ പറഞ്ഞ ചത്തുവര് തിരിച്ചു ഡാൻസ് കളിക്കും. എന്താ പറയുക, നമ്മൾ പൊതുവേ സിനിമകളുടെ റിവ്യൂസും ഡിസ്കഷൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ വരുന്നത് കുറച്ച് പ്രശ്നമാണ്, അങ്ങനെ വരുന്നത് പ്രശ്നമാണെന്ന് പറയുന്ന എല്ലാത്തരം പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ആക്ച്വലി ഇത്, പക്ഷേ ഇതിനെ പ്രശ്നങ്ങളായിട്ടല്ല അവർ ട്രീറ്റ് ചെയ്യുന്നത്. ഇതാണ് അത് പുള്ളിയെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുക. അതാരെ ഇതിൻ്റെ ഡയറക്ടർ, അതായത് എന്തൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നു. ശരിക്കും ഇനി വേറൊരു പടത്തിൽ പുള്ളിക്ക് ഇത്രയും ഫ്രീഡത്തിൽ പുള്ളിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ? ഇതിനകത്ത് ഇടയ്ക്ക് മറ്റേ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് പോലെ അജിത്ത് തന്നെ പറയുന്നത് നിന്നെയാണ് ആദ്യം അതെ. പടത്തിലൊരു സീനിൽ തന്നെ മറ്റേ സിമ്രാനൊക്കെ നമ്മൾ കാണിച്ചല്ലേ. അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് ഡയറക്ടറിൻ്റെ ഒരു എല്ലാ പ്ലോട്ട് പോയിന്റും ഒരു തല ഫിലിം റെഫറൻസ് ആണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞാൽ ഇതിൽ സിമ്രാനെ കാണിക്കുന്ന സീനിൽ കഴിഞ്ഞിട്ട് ഡയറക്ടറുടെ വോയിസ് വരും, സാർ സിമ്രാനും നിങ്ങളും കൂടെ ചേർന്നൊരു പാട്ട് ഇടട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്നെ ആദ്യം പോകണ്ട എന്ന് തലയെ കൊണ്ട് ഡയറക്റ്റിലേക്ക് ആവണമെന്നൊക്കെ പറയുന്ന ഒരു സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഇതൊരിക്കലും നമ്മളൊരു മറ്റൊരു ഒരു കഥ നമ്മളിങ്ങനെ കണ്ടിരിക്കുന്ന പോലത്തെ ഒന്നും അല്ല. ഇതിങ്ങനെ മൊത്തത്തിൽ അജിത് കുമാർ എന്ന് പറഞ്ഞ ആ താരത്തെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുമോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചു. ഈ സ്റ്റാർ വെഹിക്കിൾ എന്ന് പല കൊമേഴ്ഷ്യൽ പടത്തിന് ഒരു ടാഗ് ലൈൻ ഇടുന്നുണ്ടെങ്കിലും ഇതാണ് ആക്ച്വലി സ്റ്റാർ വെഹിക്കിൾ. അതായത് അജിത് കുമാർ എന്ന സ്റ്റാറിനെ അല്ലെങ്കിൽ എല്ലാ ഷോട്ടിലും എല്ലാ ഫ്രെയിമിലും പുള്ളിയെ സെലിബ്രേറ്റ് ചെയ്യുവാണ്. ഓരോ ക്യാരക്ടേഴ്സും വരുമ്പോഴത്തേക്കും പുള്ളി ആരാന്ന് അറിയാവോന്ന് ചോദിച്ചിട്ടൊരു റെഫറൻസ് ഡയലോഗും കഥയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുമാതിരി അങ്ങനെ ആക്ച്വലി പറയാനുണ്ടെങ്കിൽ നമുക്കൊരു ഒരു മണിക്കൂറിന്റെ പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സാധനം ഇവർ ഓൾറെഡി പിന്നെ കുറെ എലമെന്റ്സിന് ഇവര് കഥയുമായിട്ട് ഇന്റഗ്രേറ്റ്, അതായത് ഈ ക്യാരക്ടറിന്റെ ചരിത്രമാണ് ബില്ല മറ്റേ നമ്മുടെ ദീന, ഇതൊക്കെ ഇടയിൽ കണക്ട് ചെയ്ത് ഇവരിങ്ങനെ ഭയങ്കര
ഒരു എന്താ പറയാ, നമുക്കിങ്ങനെ ഇതുപോലൊരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു ഐറ്റം. അതായത് എന്താ പറയാ, പുള്ളി ശരിക്കും ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ഈ സ്പൂഫ് ഫിലിം കാണുമല്ലോ, ആക്ച്വലി ആ സ്പൂഫ് ഫിലിമിന്റെ സെലിബ്രേറ്ററി സ്പൂഫ്, വേറൊരു ടൈപ്പ് സ്പൂഫ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു 10 പടത്തിന് എടുത്തിട്ട് അതിനകത്തെ പ്രധാനപ്പെട്ട എലമെന്റ്സിനെ നമ്മൾ കുറച്ച് ഫണ്ണാക്കി അവതരിപ്പിക്കുന്നത്. ഇത് വേറെ ലൈനിൽ സ്പൂഫാണ്. അതായത് അജിത് കുമാർ എന്ന സ്റ്റാറിന്റെ ഇതുവരെയുള്ള സിനിമകൾ, അതായത് സൂപ്പർ സ്റ്റാർ ആക്കിയ സിനിമകളുടെ പ്രധാനപ്പെട്ട എലമെന്റ്സും റെഫറൻസസ്, ഡയലോഗ്സ്, പാട്ടുകൾ, ഇതെല്ലാം വെച്ചിട്ട് ഈ സിനിമ സ്പൂഫാണ്. പക്ഷെ അതിനകത്ത് പറയുന്നത് ഒരു ഫാൻ കണ്ട് തലയുടെ ആരാധകർക്ക് എങ്ങനെ പുള്ളിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെയല്ല ഇതിനകത്ത് കാണാൻ പറ്റും. സ്റ്റാർസിന്റെ ഒക്കെ ബർത്ത്ഡേക്ക് ഭയങ്കര ഫാൻസ് ആയിട്ടുള്ള, ഇത് ആക്ച്വലി ഒരു ബർത്ത്ഡേ മാഷപ്പ് ആ സാധനമാണ്. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ പരിപാടി മൊത്തത്തിൽ. നമ്മള് ഒരു കൊമേഴ്ഷ്യൽ പടം കാണാൻ പോവാ, അങ്ങനെ ഇപ്പൊ നമ്മളൊരു കഥ ആ കഥയ്ക്ക് തുടക്കം, മിഡിൽ, എൻഡ് അങ്ങനെയൊന്നും ഇല്ല. ഇത് ഒരു സീൻ ബൈ സീൻ ഒരു വെറൈറ്റി ജോണറാണ്. അതെ, ഇതൊരു പുതിയ ജോണറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ മാർക്ക് ആന്റണിയിൽ ആക്ച്വലി ഡയറക്ടർ ഇതിന്റെ ഒരു ചെറിയ വേർഷൻ പരീക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ പുള്ളി മാക്സിമം ചെയ്തിട്ടുണ്ട്. അതായത് എന്തൊക്കെ കാണിക്കുമോ അതെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ പോകുന്നവരോട് പറയാനുള്ളത്, നിങ്ങളൊരു യൂഷ്വൽ അജിത് കുമാർ പടം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിരം ഒരു തമിഴ് പടം കാണാനുള്ള ഇതിൽ പോയിട്ട് ഒരു കാര്യമില്ല. കാര്യം ഇത് അങ്ങനത്തെ ഒരു സിനിമയില്ല. നിങ്ങൾക്ക് തന്നെ ഭ്രാന്ത് പിടി, ഇത് എന്ത് ഡിയുമായി കാണിക്കുന്നത് എന്ന് തോന്നും. അങ്ങനത്തെ ഒരു സാധനം. ഇത് പുള്ളിയുടെ 63ാമത്തെ പടമാണ്. എനിക്കറിയത്തില്ല, 63ാമത്തെ പടമൊന്നും അല്ലെന്ന് തോന്നുന്നു. അത് പുള്ളിയുടെ ആക്ച്വലി ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതിലിങ്ങനെ 63 അത് അതിൻ്റെ റെഫറൻസ് എന്താണെന്ന് നമുക്കറിയത്തില്ല. ഏറ്റവും തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഗാങ്സ്റ്റേഴ്സ് എല്ലാം കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര് ഡാർക്ക് വേൾഡ്. അതെ. അപ്പോൾ ഈ ഡാർക്ക് വേൾഡിലേക്ക് നമ്മുടെ തലയുടെ, അതായത് AK-യുടെ ഒരു ഫോട്ടോ അയക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഗുണ്ടകളെല്ലാവരും, ഗാങ്സ്റ്റേഴ്സ് എല്ലാം എല്ലാവരും ഒന്നൊന്നായിട്ട് ഡേഞ്ചർ ഗോയവേ എന്ന് പറഞ്ഞാൽ മെസ്സേജ് കൈ ആ സീനൊക്കെ അത് കംപ്ലീറ്റ് സ്പൂഫ്. അതെനിക്കൊന്ന് ഉണ്ടാക്കിയവർക്കും അറിയാം ഈ സാധനം കണ്ടിട്ട് ആർക്കും രോമാഞ്ചം വരില്ല, എല്ലാവരും ചിരിക്കുന്നു. ബേസിക് അതാണ്. അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട്. അതായത് ഇതിന്റെ മേക്കേഴ്സ് വളരെ അവെയറാണ്. ഇത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇത്, എങ്ങനെയാണ് ഇത് മാസല്ല, ഇത് മുട്ട വേണുമോ ബാങ്ക് വേണുമോ ബാങ്ക് മുട്ട, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അത് പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം അങ്ങനത്തെ ഒരു വൈബ്. നിങ്ങൾ കുറച്ച് പോപ്കോൺ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് ഒരു തമിഴ് പടം കാണാൻ കയറിയിരുന്ന പോലെ. വില്ലന്റെ ഇൻട്രോ തന്നെ നീ പോട്ടിട്ടേ മൈനാവേ അതായത് റൈമിങ്, ഇവരുടെ ഡയലോഗ് ഭയങ്കര റൈമിങ്ങിലാണ് ഇവർ സംസാരിക്കുന്ന ഈ എല്ലാ ക്യാരക്ടേഴ്സും. അത് ഭയങ്കര രസമാണ് അതൊക്കെ. ഇതിപ്പോൾ നമ്മൾ പറയുമ്പം ഇത് പടം അടിപൊളിയാണെന്നുള്ള ലൈൻ അതെങ്ങനെ പറയണ്ടത് നമുക്ക് അറിയത്തില്ല. ഇത് നമുക്ക് പുതിയ ജോണർ, അപ്പം നമുക്ക് തന്നെ ഇതിന് പുതിയ ജോണറാണ്. അപ്പം നമ്മൾ പോയി എനിക്ക് പേഴ്സണലി ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഇതൊരു പുതിയ ജോണറാണ്. അപ്പം അതിങ്ങനെ ഇനീഷ്യലി പടം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പുള്ളിയുടെ മാർക്കാനാണ് ഞാൻ കണ്ടില്ല. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് ഭയങ്കര ഫ്രഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇത് ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്ന വരെ ആ എൻഡിങ് പോയിന്റ് ഭയങ്കര അജിത് ഫാൻസിന് ത്രില്ലിംഗ് ആയിരിക്കും. കാരണം അജിത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്ത് നിൽക്കുന്ന ആളായ, അതായത് അജിത്തിന്റെ അതായത് തലയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന തളപതിയുടെ ഒരു മാസ്റ്റർ ഏറ്റവും അത് തല പറയാണ് ഇന്റർവെല്ലിൽ. അതായത് തിയേറ്ററിൽ ഭയങ്കര, ഞങ്ങൾ കണ്ട തിയേറ്ററിൽ ആക്ച്വലി തമിഴന്മാരുണ്ടായിരുന്നു, മലയാളം. സിനിമയിൽ പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട തൃഷയെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഓരോ പടം കഴിയുന്നവരും തൃഷ ചെറുപ്പായിക്കൊണ്ടിരിക്കുന്ന പോലെ അല്ലേ. പുള്ളിക്കാരി വീണ്ടും പുള്ളിക്കാരെ സിനിമ കാണിക്കാന്നുള്ളല്ലേ അതിനകത്ത്. അല്ലാതെ ഭയങ്കര ഐഡിയ ആയിരുന്നു. അത് മാത്രമല്ല പുള്ളിക്കാരി ഭയങ്കര രസമാണ് കാണാൻ പടത്തിൽ. അതായത് ഇങ്ങനെ ഓരോ പടം കഴിയുമ്പോഴും പുള്ളിക്കാരി ചെറുപ്പായിക്കൊണ്ടിരിക്കുന്നവരെ. പഴത്തെ ഏറ്റവും തമാശ എന്ന് പറയാം, തൃഷയുടെ ക്യാരക്ടർ പ്രത്യേകിച്ച് നമ്മുടെ AK-യോട് ഇത് തന്നെ. അത് തിയേറ്ററിൽ ഭയങ്കര വൈബായിരുന്നു. അയ്യോ. പിന്നെ അർജുൻ ദാസിന്റെ വില്ലൻ ക്യാരക്ടർ കോമഡി സാധനങ്ങളാണ് മൊത്തത്തിൽ. എല്ലാവരും ആ ടോണിലാണ്. അതായത് ആരും തന്നെ സീരിയസ് അല്ല ഈ പടത്തിൽ. ഒരു ക്യാരക്ടറും ഒരു സംഭവം സീരിയസ് അല്ല. ആ പയ്യൻ മാത്രമേ ഉള്ളൂ സീരിയസ് ആയിട്ട്. പയ്യൻ ജീവിക്കുകയാണ് ചുറ്റുമുള്ള, ബാക്കി എല്ലാവരും കോമഡി. ഇപ്പൊ അജിത് കുമാറിന്റെ ക്യാരക്ടർ പോലും മറ്റേ അജിത്തിന്റെ ക്യാരക്ടർ പോലും ഒരു സീനിൽ പെട്ടെന്ന് സീരിയസ് ആവും. മകന്റെ കാര്യം പറയുമ്പോൾ സീരിയസ് ആവും. ബാക്കിയെല്ലാം ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് റെഡ് ഡ്രാഗൺ എന്ന് പറയുന്നുണ്ട്. ആ ബാക്ക് സ്റ്റോറിയാണ്. ഇതുവരെ ഇന്റർനാഷണൽ അങ്ങനെ വേറൊരു കണക്ഷൻ ഉണ്ട്. ഇറങ്ങിയ 2 പടങ്ങളിലും ഡ്രാഗണാണ് മെയിൻ. നമ്മുടെ L2 എമ്പുരാൻ, അതിനകത്തൊരു ഡ്രാഗൺ ഉണ്ട്.
ഇതിനകത്ത് ഒരു ഡ്രാഗൺ ഉണ്ട്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ എങ്ങോട്ട് വേണമെങ്കിലും ഗ്യാങ്സ്റ്റേഴ്സ് അവരുടെ അവസ്ഥയെ മറ്റ് ഗ്യാങ്സ്റ്റേഴ്സ് ജീവിക്കുന്ന തന്നെ ഈ ഗ്യാങ്സ്റ്ററിന്റെ കഥ പറയാനാ. അത് തന്നെ ആർക്കും ഒന്നും ചെയ്യാനില്ല. എല്ലാവരും മറ്റേ ഇങ്ങനെ നല്ല എന്താ പറയുക വർണ്ണശബലമായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് കുറേ ആഭരണങ്ങളും പരിപാടിയൊക്കെ ആയിട്ട് ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുക. വീഡിയോ കോൾ അതായത് ഒന്നും പറഞ്ഞ മിണ്ട് തീർന്ന വീഡിയോ കോൾ അങ്ങോട്ടും സംസാരിക്കുന്ന വീഡിയോ കോൾ വിളിച്ചിട്ട് ചോദിക്കാം എന്താ പരിപാടി. പിന്നെ ഈ പറഞ്ഞ പോലെ കൂട്ടത്തിൽ പ്രായമായ ഗ്യാങ്സ്റ്റേഴ്സ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും. ഈ മെസ്സേജ് നിങ്ങൾ 5 പേർക്ക് 20 പേർക്ക് ഫോർവേഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വെടികൊണ്ട് മരിക്കും എന്ന് പറയുന്നത്. അതാ പരിപാടി. അതാണ് മറ്റേ ആ ലൈൻ സാധനം. പണ്ട് നമ്മുടെ അക്കരക്കരയുടെ ഫസ്റ്റ് പാട്ടില്ലേ, കൊലപാതകവും ഇതൊക്കെ അങ്ങനെ പോകുന്നു പ്രഭാകാരാധി. അയ്യോ ഒരു രസമാണ് ഇത്. ഇങ്ങനെ എന്താ പറയാ, നമ്മള് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി നിങ്ങൾക്ക് തിയേറ്ററിനകത്ത് ഒരു ഫൺ പരിപാടിയാണ്. പക്ഷെ എന്താ ടുവേർഡ്സ് ദി എൻഡ് ഞാൻ ക്ഷീണിച്ചു ഇത് കണ്ട്. ഈ ഫൺ തന്നെ റിപ്പീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ഇത് പരിചയമില്ലല്ലോ ഏത് ഈ വേൾഡ്. നമുക്ക് ഓൾറെഡി എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് നമുക്ക് മാർക്കാനടി പരിചയം ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഒരു പരിധിവരെ ഒന്ന് ഇരുന്ന് കൊടുത്തു. ലാസ്റ്റൊക്കെയായപ്പോ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ജി പ്രകാശ് കുമാറിന്റെ മ്യൂസിക് ഇങ്ങനെ ഒരു ബീജിയം ഉണ്ടാക്കിയിട്ട് മറ്റേ ഇങ്ങനെ അത് വെച്ചടിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ പടത്ത് സൈലൻസ് ഇല്ല, ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുക, അടിച്ച് കയറ്റി വിട്ടിരിക്കുക എല്ലാം. പിന്നെ ഒരുപാട് ക്രിയേറ്റീവായിട്ട് അജിത്തിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പ്രസന്റേഷൻസ് ഒരാൾക്ക്, അതായത് പടത്തില് എല്ലാ സീനിലും അജിത്തിന്റെ എൻട്രി ഉണ്ട്. അത് ചെറുപ്പമുണ്ട്. ആക്ച്വലി പടത്തില് അജിത്തിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അതായത് അജിത്തിനെ കാണിച്ചിരിക്കുന്ന പുള്ളിയുടെ മേക്ക് ഓവേഴ്സ് അല്ലെ പുള്ളിയുടെ ലുക്ക്, അത് ശരിക്കും നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. അതായത് നമ്മൾ യൂഷ്വലി നമ്മൾ പല നടന്മാരെ DAG കാണാൻ വേണ്ടി കണ്ടിട്ടും അത്ര ആ കുട്ടിയായിട്ടുള്ള സീനില് ഒരു സ്പോട്ട്ലൈറ്റ് സില്ലൗട്ടിലൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമുണ്ട് അതൊക്കെ. അതാ പറഞ്ഞ. അതായത് പിന്നെ ഇത് ടെക്നിക്കലി ഇതിനകത്ത് ഭയങ്കര നല്ല രസമായിട്ടാണ് ചെയ്തേക്കുന്ന സാധനങ്ങളൊക്കെ. പക്ഷേ പടം ഇങ്ങനത്തെ ഒരു പടമാണ്. പിന്നെ എടുത്തു പറയേണ്ട 2 സാധനം എന്ന് പറഞ്ഞാല് ആ ഇളമ ഇതോന്ന് വെച്ചിട്ടൊരു ഫൈറ്റ് സീൻ ഭയങ്കര രസമാണ് എഡിറ്റ്. അത് ആക്ച്വലി മറ്റേ ട്രെയിലറിൽ ഒരു കട്ട് ഉണ്ടായിരുന്നല്ലോ, അതായത് മ്യൂസിക് കറക്റ്റായിട്ട് ഇടി നടക്കുന്നത്. അതേപോലെ ഇവർ ആക്ച്വലി ട്രെയിലർ കട്ട് പോലെയാണ് ഫൈറ്റ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് പാട്ടിന്റെ ബീറ്റിന് ഒരു ആക്ഷൻ സീക്വൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. അത് ഏറ്റവും നന്നായിട്ട് വർക്കായത് ആ പാട്ട്. മിക്ക പാട്ടിലും ആ സാധനം ചെയ്തിട്ടുണ്ടെങ്കിലും ആ പാട്ടിലാണ് അത് കുറച്ച് കൃത്യമായിട്ട് നല്ല ഹൃദയത്തിൽ വന്ന് വീണിട്ടുള്ളത്. അതിന് മുമ്പ് മറ്റേ ജയിലിലെ ഫൈറ്റും കുറച്ച് ഇൻട്രോ ഫൈറ്റ് കുറച്ച് മടുപ്പായിരുന്നു. ഇൻട്രോ സീൻ ഭയങ്കര രസമായിരുന്നു. മറ്റേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മറ്റേ ഡോറ് വന്നിട്ട് ഹാഫ് ഓപ്പൺ ആയിട്ട് തല കാണുന്നില്ലോടാന്ന് ചോദിക്കാം. അത് ഈ പടത്തിൽ ഈ സ്റ്റാറിന് മാത്രമേ വർക്കാകത്തുള്ളൂ. അപ്പം അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്, റെഫറൻസുകൾ. അത് തന്നെ മൊത്തത്തിൽ ഇതാണ് ഈ പാട്ട് തന്നെ. എനിക്ക് തോന്നുന്നു മറ്റേ ഒരുപാട് പഴയ പാട്ടുകൾ കൊണ്ടുവരുന്നുണ്ട്. അസ്ഥാനത്ത് ഓരോ പാട്ട് വരും. ആക്ച്വലി നമ്മുടെ പ്രിയവാര്യരും ഇവനും കൂടെ ഞാൻ പെട്ടെന്ന് അത് വന്നപ്പോഴത്തേക്ക് ഇതെന്താ ഇങ്ങനെ ഇവൻ നമ്മുടെ അർജുൻ ദാസും കൂടെ ഒരു സോങ് ഉണ്ട്. അത് ആക്ച്വലി ഭയങ്കര ഹിറ്റ് പാട്ടായിരുന്നു പഴയ. പ്രിയവരുണ്ടെന്ന് തന്നെ ഇപ്പോഴറിയാം. അല്ല, അത് ട്രെയിലർ ഉണ്ടായിരുന്നു, ട്രെയിലർ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. നല്ല ഇതാ പറയാം, ഒരു വൈബാണ് ഇത് ആക്ച്വലി. അത് ഇതിന് എന്താ പറയുന്നത്, ഇതിനിപ്പം നമ്മൾ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ഈ സിനിമയെ കീറി മുറിക്കാനാണെങ്കിൽ നാളെ ഇതൊരു ഭയങ്കര ഒരു റോസ്റ്റ് പടം. ശരിക്കും നമ്മളിപ്പം ഒരു ആംഗിൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് തലയെ ഊക്കാൻ വേണ്ടി എടുത്ത പടമാണോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ആലോചിച്ചാൽ ആ ആംഗിളിൽ നമ്മൾ പടം കണ്ടുകൊണ്ടിരുന്ന സീൻ ബൈ സീൻ യൂക്കല. അതല്ല ഒരു ഫാൻ ബോയ് സംഭവമായിട്ട് കണ്ടാൽ സീൻ ബൈ സീൻ അതാ. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ തമാശക്ക് പറയുന്ന കുറേ സാധനമില്ലേ എടാ, ഇന്റർനാഷണലായി ഇതുവരെ ലോക സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള എല്ലാ ഗ്യാങ്സ്റ്റേഴ്സിന്റെ കൂടെ AK വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് സിനിമയിലെ ഹൈലൈറ്റ് സാർ. അത് സ്പോയിൽ ചെയ്യുന്നില്ല, പക്ഷേ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ്. നിങ്ങള് ഇന്റർനാഷണലി കൊറിയൻ സിനിമയിൽ ആരാണ് ഏറ്റവും മെയിൻ വർക്ക് ചെയ്തിട്ടുണ്ട്? അമേരിക്കൻ സിനിമയിൽ ആരാണ് മെയിൻ? വർക്ക് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ വെബ് സീരീസിൽ ആരാണ് മെയിൻ? അതായത് തല ആക്ച്വലി ഒരു ഗ്ലോബൽ ഗ്യാങ്സ്റ്ററാ. ഇവരെയൊക്കെ പോയി സഹായിച്ചിട്ട് തിരിച്ച് ഇവരെല്ലാം സഹായിച്ച് അങ്ങനെയാണ് പുള്ളി റെഡ് ഡ്രാഗണായി മാറുന്നത്. അതായത് നാട്ടിൽ കിടന്നവന്റെ മറ്റേ ചെറിയ പരിപാടിയല്ല, പരിപാടികളൊന്നും ഇല്ല. എല്ലാം വരെ ഇന്റർനാഷണൽ കളികൾ മാത്രം. അത് ആരൊക്കെയാ വരുന്നത്, അവരുടെയൊക്കെ ക്യാമിയോ റോൾസ്. അത് ആക്ച്വലി ഞാൻ ശരിക്കും
എൻജോയ് ചെയ്തു. അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് എങ്ങനെ ഇത് ഈ സാധനം ചെയ്യാതെ തീരുമാനിക്കും. ഒരു പെൻസിൽ ഉണ്ടായിരുന്നു. അതെ, ഒരാളുടെ ഒരു പെൻസിൽ ഉണ്ട്. ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് കയ്യിലിട്ട് ഒറ്റയിടിയും കിടിക്കും. പഞ്ച് മാസ്റ്ററാണ്. അതെ അതെ, അങ്ങനത്തെ പരിപാടികൾ ഇവരുടെ എല്ലാവരുടെയും കറക്റ്റ് ക്യാമറ. അതൊക്കെ ബേസിക്കലി ലൈസൻസിംഗ് ഒക്കെ അത് അല്ല, അവർ കാണുന്നില്ല ഈ പടം. അതാണ് അതിന്റെ ഹൈലൈറ്റ്. ഇവർക്ക് ആർക്കും ഈ സിനിമ കാണാൻ എടുത്തേക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ എടുത്ത്, എന്നാലും അവരൊന്നും ഇരുന്ന് കാണാൻ ചാൻസ് കുറവല്ലേ. പേരൊക്കെ മാറ്റിയിട്ടുണ്ട് ഇവരുടെ. അതെ, ഇവരുടെ പേരൊക്കെ മാറ്റി. അല്ല, അത് ആ ഐഡിയ ഒക്കെ ഞാൻ ആലോചിച്ചപ്പോൾ ഇത് ഭയങ്കര രസമാണ്. ഈ സാധനം എങ്ങനെ ഇവര് ലൈക്നെസ് ഒക്കെ ഭയങ്കര കണ്ടാൽ തന്നെ മനസ്സിലായി ഇതുവരെ ഉദ്ദേശിക്കുന്നത്. അവർ പ്രോപ്പർലി അങ്ങനെ തന്നെ ചെയ്തേക്കുന്നത്. നല്ല അതാണ് അങ്ങനത്തെ ഒരു കുറച്ച് കുറെ രസമുള്ള സംഭവമുണ്ട്. കുറെയൊക്കെ പാളിപ്പോയിട്ടുണ്ട്. ഇപ്പൊ ഈ വൈബില് ഒരു 10 ഐറ്റം നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യും. എന്ത് തോന്നുന്നു ഓരോ സീനും കഴിഞ്ഞിട്ട് ഇതെങ്ങനെയുണ്ട് അത് കൊള്ളാം, അത് കുറച്ച് പാളിപ്പോയി ചേട്ടാ, അത് സമ്മതിക്കാതിരിക്കാൻ വയ്യ. പിന്നെ അടുത്ത സീൻ അത് രസമുണ്ടായിരുന്നു. അങ്ങനെയാണ് അത്. അങ്ങനെ പെറുക്കി എടുക്കാം. നമുക്ക് വേണ്ടത് എടുക്കാം, ബാക്കി കളയാം. സെറ്റപ്പാണ്. അവര് അങ്ങനെ അടുക്കി വെച്ചാലേ നമുക്ക് കഥ മനസ്സിലാകുന്നുള്ളതൊന്നുമില്ല. മകനൊരു പ്രശ്നം, അതിനുവേണ്ടി ഇറങ്ങുകയാണ്. അത് ട്രെയിലറിൽ കണ്ടാവല്ലോ. ട്രെയിലറിൽ മൊത്തത്തിൽ ഒരു ഐഡിയ പറയുന്നുണ്ടല്ലോ. പിന്നെ ഇങ്ങനെ ചാപ്റ്റേഴ്സിന്റെ ഒരു സ്ട്രക്ചറാണ്. എന്നാ സ്ഥിരം സിനിമകളിൽ കാണുന്ന ചാപ്റ്റർ സ്ട്രക്ചർ ആണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഗുഡ് ബാഡ് അഗ്ലി. പക്ഷേ അഗ്ലി വരാൻ വളരെ ലേറ്റ് ആയി. അതെ, പടത്തിന്റെ അവസാനം അഗ്ലി ആവുന്നത്. അപ്പൊ അത്ര നേരം നമ്മൾ ബാഡ് കണ്ടോണ്ടിരിക്കും. അതേ ഉള്ളൂ. അതെ, ഈ പുള്ളിയുടെ ഈ എന്താ പറയുക, ഇങ്ങനെ ഒരു സൂപ്പർ താരത്തെ വെച്ച് യൂഷ്വലി ഒരു സംവിധായകൻ ചെയ്യുന്ന പോലത്തെ ഒരു സിനിമയെ അല്ല ഇത്, അല്ലേ? ഇത് പറ്റി അല്ല, ഞാൻ മറ്റേ ഇത് കണ്ടില്ല എന്ന് പറയുമായിരുന്നു. ഇതിനു മുമ്പ് പുള്ളിയുടെ ഫസ്റ്റ് പടമാണ് എൻ്റെ ഈ ഡയറക്ടറുടെ ഫസ്റ്റ് പടമാണ് പുള്ളി കാണുന്നത്. ഞാൻ ആക്ച്വലി പുള്ളിയുടെ ഇതിനു മുമ്പുള്ള മാർക്ക് ആന്റണിയുടെ ചായ ഉണ്ടെന്ന് പറഞ്ഞു. മാർക്ക് ആന്റണിയുടെ ചായ എന്നല്ല, മാർക്ക് ആന്റണിയിൽ പുള്ളി പരീക്ഷിച്ചൊരു സംഭവമുണ്ട്. അതായത് അതിനകത്ത് ആ കഥയ്ക്കകത്തൊരു ലോജിക്ക് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരൊരു സിനിമ ഉണ്ടാക്കി. ബട്ട് ആ സിനിമയുടെ എൻഡിങ്ങിൽ എത്തുമ്പോഴത്തേക്ക് അത് കുറച്ച് ബ്രേക്ക് ആവും. പിന്നെ ഇതിന്റെ സിനിമോട്ടോഗ്രാഫി അഭിനന്ദൻ രാമാനുജം, കുറച്ചധികം ആമയും തൊട്ട് ഫോളോ ചെയ്യുന്ന സിനിമാറ്റോഗ്രാഫറാണ് പുള്ളി. ഇതിനെ ഈ വേൾഡ് എത്ര ബഹളമാണോ അതേ ബഹളത്തോടു കൂടിയാണ് ഇതിന്റെ ക്യാമറ എത്ര റിച്ച് ആക്കാൻ പറ്റുമോ, കളർ വൈസ് ആണെങ്കിലും അതിന്റെ ലൈറ്റിംഗ് വൈസ് ആണെങ്കിലും എങ്ങനെ ആക്കാൻ പറ്റുമോ അത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. തമാശ ഇതിന്റെ ഒരു ജയിലുണ്ടല്ലോ, ജയിലിനകത്ത് സ്റ്റുഡിയോയിലെ സ്റ്റേജ് ലൈറ്റിംഗ്. അപ്പോൾ ആ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് നമ്മൾ ജവാൻ ഇറങ്ങിയ സമയത്ത് അത്ലിയെ നമ്മൾ കുറച്ച് കളിയാക്കി. ഏതാ പാവത്ലി. ഇത് കാണുമ്പോൾ മനസ്സിലായി അത്ലി ഒന്നുമല്ല, ഈ ജയിലാണ് ജയില്. അതെ, കളർഫുൾ എല്ലാ കറക്റ്റ് പറഞ്ഞ പോലെ സ്റ്റേജിൽ മറ്റേ മുംബൈയുടെ ഒരു മുംബൈ ചുമ്മാ ഒന്ന് കാണാന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കും. മരം വരെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അത് ബജറ്റ് കിട്ടി. ആ ബജറ്റിൽ മാക്സിമം സംഭവം കളർഫുള്ളാക്കി എടുത്തു. പക്ഷേ ഈ പടത്തിൻ്റെ ടോൺ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ജോണർ അതിനെ അവർ കംപ്ലീറ്റ്ലി ഒരു പുതിയ സ്റ്റൈലിലേക്ക് മാറ്റി. ഇത് എനിക്കിപ്പോൾ ഞാൻ സംശയം എന്ന് വെച്ചാൽ ഇത് ഈ പ്രൊഡക്ഷൻ ടീമൊക്കെ കാണുമ്പോഴേ അവരെങ്ങനെയായിരിക്കും ഇതിനെ എടുക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പ്രസന്റ് ചെയ്ത് നോക്കുക എന്നുള്ള സെറ്റപ്പ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കാം, എനിക്ക് അത് മനസ്സിലായില്ല. കാരണം ഇത് ഇങ്ങനത്തെ പടങ്ങളെ കൺവിൻസ് ചെയ്യാൻ പാടാണ്. എനിക്ക് തോന്നുന്നു ഇവന് അത് കൺവിൻസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം ഇവന്റെ മാർക്കാന് കണ്ടാൽ അറിയാം എല്ലാം അങ്ങനെ പറഞ്ഞു. ഇപ്പൊ നമുക്കൊരു വർക്കുണ്ട്, മാർക്ക് ആന്റണി പോലൊരു പടം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ പടങ്ങളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു മാർക്കാനാണ് അനുമുള്ള പടത്തിലൊക്കെ പുള്ളി കുറച്ചുകൂടെ നോർമൽ ടൈപ്പ് ഓഫ് പടങ്ങളായിരുന്നു. അപ്പൊ മാർക്ക് ആന്റണി ആയിരിക്കും ഇതിലും കൺവിൻസ് ചെയ്യാൻ പാടുണ്ടായിരുന്നു പടം. പക്ഷെ മാർക്കാനിക്കകത്ത് മാർക്കാനിക്കകത്ത് കുറച്ചുകൂടെ ഒരു വൺ ലൈൻ ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ് ടു എൻ്റെ ഒരു കഥയ്ക്കൊരു ട്രാക്കുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഇവരെല്ലാം ഇതെല്ലാം ചെയ്യുന്നത്. എന്നാലും അതിനെ ഓവർ ദ ടോപ്പ് ആകുന്നത് വെച്ചാൽ അതിൻ്റെ ജോണർ തന്നെ സൈഫൈ ആയതുകൊണ്ട് ഇവരതിനെ എന്താ പറയുക ആ ഒരു ലോജിക്കിൽ തുടങ്ങി. ഇതും പിന്നെ തുടക്കത്തെ ഒറ്റ വരിയിൽ ഏകദേശം അതേ ഒരു പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. ഇത് വേറൊരു യൂണിവേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് വേണേൽ കാണിക്കാൻ സെറ്റപ്പാണ്. ഇത് നമ്മളിവിടെ ഒന്നും കാണാത്ത ഒരു പാരലൽ വേൾഡിൽ നടക്കുന്ന ഒരു കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സിന്റെ കള്ളലിപ്പിക്കുന്ന കഥയാണ് ഇന്ന് അവർ ഓൾറെഡി പറയുന്നുണ്ട്. അങ്ങനെ അങ്ങ് ചെയ്തു. ഇതിനും ഈ പടവും എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഇതിനും ഒരു 10-20 മിനിറ്റ് കട്ട് ചെയ്ത് കളയാം, ട്രിം ചെയ്യാം. 10-20 മിനിറ്റ് തല റഫറൻസ് അതങ്ങനെ കട്ട് കളയാം. അല്ല ചേട്ടാ, ഒരു പോയിന്റ് ഇവർ കഥയിലേക്ക് കിടക്കുമല്ലോ, കഥയൊന്നും തീർക്കണമല്ലോ. തല റെഫറൻസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ ബാക്കിൽ കൂടെ കഥ ഓടുന്നു. തല ഒരു പണി വില്ലൻ അങ്ങോട്ട് കൊടുക്കുന്നു, വില്ലൻ തിരിച്ചൊരു പണി ഇങ്ങോട്ട് തരുന്നു. 2 പണി കട്ട് ചെയ്ത് കളഞ്ഞാലേ എല്ലാം സംഭവിക്കാം. പടപടപടയെന്ന് നമ്മൾ ആ വില്ലൻ ഇനി എങ്ങനെ തല അങ്ങ് അപ്പുറത്ത് നിൽക്കുമല്ലേ, തല എങ്ങനെ വന്ന് ഇതിനെ രക്ഷിക്കുമെന്ന് വരുമ്പോഴേ പെട്ടെന്ന് തലയോടെ വരും. സംഭവം എല്ലായിടത്തും തൂണിലും തുരുമ്പിലും സർവ്വചരാചരങ്ങളിലും തലയുണ്ട്. അയ്യോ.
പിന്നെ ഈ പറഞ്ഞാൽ ഇതിൽ കുറെ ഇംഗ്ലീഷ് ആക്ടേഴ്സ് വരും, അത് അവരുടെ പെർഫോമൻസ് അതും ഭയങ്കര രസമാണ്. തല അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് തലയൊക്കെ തർജ്ജിമ ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ കുറെ മൊത്തത്തിൽ കോമഡി പരിപാടിയാണ്. മൊത്തത്തിൽ കോമഡി പടം നമ്മൾ ശരിക്കും കാണുന്ന ഒരു കോമഡി പടത്തിന്റെ എങ്ങനെയാണോ ഇത് ആ ഒരു കോമഡി പടം പുതിയൊരു വൈബിൽ കാണാൻ പറ്റും. അതെ അതെ. പക്ഷെ ഇത് എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാൻ പറയില്ല. ഇത് എല്ലാവർക്കും വരുന്ന പരിപാടിയല്ല. ധൈര്യമുള്ളവർ, മനക്കെട്ടിയുള്ളവർ മാത്രം ഈ പടം തിയേറ്ററിൽ പോയി കണ്ടു നോക്കൂ. ഇതാണ് ഇതിൻ്റെ പരിപാടി എന്നറിയാം. ഇതിന് ട്രെയിലറെ കണ്ടാൽ തന്നെ ഒരു ഐഡിയ കിട്ടുമല്ലോ. അഥവാ ട്രെയിലർ കണ്ട ഐഡിയ കിട്ടാത്തവർ ഈ മാർക്ക് ആൻ്റണി കണ്ടു നോക്കും. മാർക്ക് ആൻ്റണി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഗുഡ് ബാഡ് അഗ്ലി സഹിക്കാൻ പറ്റും. ഇതിങ്ങനെ ഒരു നമ്മളിൽ നിന്ന് ഫുൾ എനർജി സ്റ്റാർട്ട് ടു എൻഡ് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എന്നെ പോലെ ആണെങ്കിൽ ഒരു പോയിന്റ് ഞാനൊരു സെക്കൻഡ് ഹാഫിന്റെ പകുതി വരെ എനിക്ക് കുറച്ച് എനർജി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ചത്തി ഇടയ്ക്കിടയ്ക്ക് പാട്ട് വരും. അർജുൻ ദാസ് എപ്പോഴും പാട്ടിട്ടങ്ങ് ഡാൻസ് കളിക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു അർജുൻ ദാസ് അങ്ങനെ ഒരു ഭയങ്കരം പടമായിരുന്നു. ഈ പടം കാണാൻ വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് അരമണിക്കൂർ അല്ലെ 40 മിനിറ്റ് ഗ്യാപ്പിൽ നമ്മൾ ഓടി നടന്നു. ഇന്ന് എല്ലാം കൂടെ 3 പടം കണ്ടു. അത് കഴിഞ്ഞ് വന്ന് അതിന്റെ റിവ്യൂ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് 9 മണിക്ക് ആക്ച്വലി ചങ്ങനാശ്ശേരിയിൽ ഷോ ഉണ്ട്. അപ്പോൾ ആ ഷോ കാണണമല്ലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ എത്താൻ വൈകും എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ 10 മിനിറ്റ് മുമ്പേ തിയേറ്ററിലെത്തി. പടം തുടങ്ങാൻ പിന്നെ 15 മിനിറ്റ് ലേറ്റായി. 9 മണി എന്നുള്ള 9:15. അപ്പം പിന്നെ നമുക്ക് സേഫായി. നമ്മൾ പടം കണ്ട് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വരികയാണ്. പിന്നെ തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ തമിഴന്മാർ, മലയാളികൾ അങ്ങനെ തുടങ്ങി അത്യാവശ്യം നല്ലൊരു തമിഴ് ഓഡിയൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഈ എല്ലാ റെഫറൻസിനും കൈയടിക്കുന്നുണ്ടായിരുന്നു. അതെ, നമ്മൾ ഭയങ്കര എക്സൈറ്റഡ്. അതായത് അവർ തമിഴ്നാട്ടിൽ എങ്ങനെയാണ് പടങ്ങൾ അപ്പോൾ ആ വൈബ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിന്റെ ഒരു 2-3 സെക്ഷൻ നമ്മുടെ ചുറ്റിനും ഉണ്ടായിരുന്ന അങ്ങനെ ഒരു ടീമിന്റെ കൂടെയാണ് നിങ്ങൾ ഈ പടം കാണുന്നതെങ്കിൽ ശരിക്കും ഇത് നിങ്ങൾക്ക് രസമാണ്. ഇപ്പോൾ എനിക്ക് ബേസിക്കലി രസമായിരുന്നു. രസം എന്ന് വെച്ചാൽ ഞാൻ തിയേറ്ററിൽ കണ്ട് ഞാൻ കുറേ അടുത്ത് ചിരിച്ചു. ഞാനിതിങ്ങനെ ഇത് എന്തുവാടാ ഇവിടെ നടക്കുന്നത് എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എന്നെ ഇത് എവിടെയൊക്കെ ചിരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഇത് എൻ്റർടൈൻ ചെയ്യിച്ചു. അപ്പോൾ അതുകൊണ്ട് സിനിമ എനിക്കും ഒക്കെയാണ്. എന്താ പറയാ, ഇതിന് ഞാനൊരു നല്ലൊരു ശതമാനം എൻജോയ് ചെയ്തു. പിന്നെ കുറെ അങ്ങനെയാണ്. അപ്പൊ ഇതിപ്പോ എൻജോയ് ചെയ്യുമ്പോൾ കുറച്ച് പേര് ചിലപ്പോൾ നമ്മുടെ ഇതിനു മുമ്പുള്ള റിവ്യൂ ചിലപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ ചോദിക്കാം, നിനക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും, ബസൂക്ക് എന്താണ് നിങ്ങൾക്കൊന്നും വർക്കായില്ല എന്ന് ചോദിക്കും. അത് അങ്ങനെ എന്താന്ന് വെച്ചാൽ ഇത് അല്ല, ഇത് നമുക്ക് വേറൊരു മറ്റേ പോഡ്കാസ്റ്റിലോ എന്തെങ്കിലും ഈ പറയുന്ന പോലെ പടം സെറ്റ് ചെയ്തല്ലോ, ഒരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യുന്നത് മീറ്റ് ചെയ്യുന്നുള്ള പരിപാടി. അങ്ങനെ വേറെ ലൈനിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് എങ്ങനെ നമ്മൾ പേഴ്സണലി ഞങ്ങൾ എങ്ങനെയാണ് റിവ്യൂ ചെയ്യുന്നതിനെ കുറിച്ച് പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും വേണമെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ എല്ലാ റിവ്യൂവിലും ഇത് തന്നെ ഇരുന്ന് പറയണ്ടല്ലോ. ഇപ്പോൾ ഈ പടത്തിൻ്റെ പരിപാടി ഇത്രയാണ്. അപ്പോൾ അതുകൊണ്ട് ഗുഡ് ബാഡ് അഗ്ലി കാണാൻ താല്പര്യപ്പെടുന്നവർ ഒരു സമയമുണ്ടെങ്കിൽ മാർക്ക് ആൻ്റണി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്റ്റൈല് മനസ്സിലാവും. അതിന് ശേഷം ഗുഡ് ബാഡ് അഗ്ലിക്ക് തലവെക്കുന്നതായിരിക്കും നല്ലത്. വളരെ സില്ലി ആയിട്ടുള്ള ഒരു തല സെലിബ്രേഷൻ പടമാണ്. അതായത് റിയൽ തലയുടെ വിളയാട്ടം. അതെ.